അങ്ങനെ നമ്മുടെ പൊതിച്ചോറിലേക്ക് പോയാലോ. നല്ല കുഞ്ഞു മണിയും കുത്തിരിച്ചോറിട്ട് കൊടുക്കാം കേട്ടോ. ചോറ് വളരെ കുറച്ച് മതി എന്നുള്ള പരാതിയാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ ലീവിലാണ് അത്രേ. അപ്പം നമ്മൾ കുഞ്ഞു മണിയും കുത്തിരിച്ചോറിട്ട് കൊടുത്തു. ഇത് സവോളയൊക്കെ ചേർത്ത മുട്ടയാണ് കേട്ടോ. നാടൻ കോഴിമുട്ട വറുത്തതാ കണ്ടോ, വെച്ച് കൊടുത്തു. പിന്നെ ഒരു ഉപ്പിലിട്ടത് വേണമല്ലോ, അങ്ങനെ നെല്ലിക്ക ഉപ്പിലിട്ടത് വെച്ച് കൊടുത്തു. ഇനി എന്താണെന്നറിയോ, നല്ല ചെറിയുള്ളിയും ഉണക്കമുളകും കൂടെ വറുത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വിനാഗിരിത്തി ഒഴിച്ച് ചമ്മന്തി അതും വെച്ച് കൊടുത്തു. പിന്നെ എന്നും നമുക്കുള്ളൊരു സംഭവമല്ലേ മുരിങ്ങയിലത്തോരൻ. നമുക്ക് നമ്മുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണ്ടേ. മരുന്ന് കഴിക്കുന്നതിനേക്കാളും ഭേദം നമ്മൾ ആഹാരത്തിലൂടെ കഴിക്കുന്നതല്ലേ നല്ലത്. അതൊക്കെ കഴിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാരെ വിഷമങ്ങൾ കാണുമ്പോൾ നമ്മളോർക്കും നമ്മളൊരു നേരം നന്നായി അങ്ങ് ആഹാരം കഴിച്ചാൽ പ്രശ്നമൊക്കെ തീരുന്നതല്ലേ ഉള്ളൂ എന്ന്. അപ്പം മുരിങ്ങയില തോരൻ വെച്ച് കൊടുത്തു. ഇന്ന് ഒഴിച്ചു കൂട്ടാൻ എന്താണെന്നറിയണ്ടേ. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല വറുത്തരച്ച നാടൻ കോഴിക്കറി കേട്ടോ. ഔ എന്താ ഒരു മണം. ഇതാ അങ്ങനെ നാടൻ കോഴിക്കറി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊതിച്ചോറിൽ എന്തൊക്കെയുണ്ടെന്ന് ഒന്നും കൂടെ നോക്കിയാലോ. മുരിങ്ങയിലത്തോരനുണ്ട്, ചെറിയുള്ളി ചമ്മന്തിയുണ്ട്, നാടൻ കോഴിമുട്ട വറുത്തുണ്ട്, നെല്ലിക്ക ഉപ്പിലിട്ടതുണ്ട്, നാടൻ കോഴി വറുത്ത തേങ്ങയൊക്കെ അരച്ച് വെച്ചതുണ്ട്, കറിയുണ്ട്. അപ്പോഴേ ഞാൻ മക്കളോടൊക്കെ ഒരു കാര്യം പറയട്ടെ. എല്ലാവരും മക്കളാണ്. എത്ര മുതിർന്നാലും മുതിർന്ന ആൾക്കാരൊക്കെ മക്കളാണ് കാരണവന്മാർക്ക് എന്നും. അപ്പം മാതാപിതാക്കളോട് വഴക്കുണ്ടാക്കാതിരിക്കുക. ന്യായം മുഴുവനായിട്ട് നിൻ്റെ ഭാഗത്താണേലുവേ അവർക്ക് മുമ്പിലൊന്ന് താഴ്ന്നു കൊടുക്കുന്നേ. മക്കൾ എത്ര ഉയർന്നാലും മാതാപിതാക്കളോട് ഒന്ന് താഴ്ന്നു കൊടുക്കുന്നേ. മക്കൾ എത്ര ഉയർന്നാലും മാതാപിതാക്കളോളൊന്നും വളരാൻ ആർക്കും ഈ ജന്മം കൊണ്ട് സാധിക്കില്ല. എന്താണെന്നറിയോ, അവരോടുള്ള കടപ്പാട് ഈ ജന്മം കൊണ്ട് തീരുന്നതല്ല നമുക്ക്. ഒന്നങ്ങ് താഴ്ന്നു കൊടുക്കടാ, ഒന്ന് താഴ്ന്നു കൊടുക്കടി പെണ്ണേ. എന്താ ഞാനീ പറയണേന്നറിയോ, താഴ്ന്നെടുത്തേ വെള്ളം നിൽക്കുള്ളൂന്നേ. അതുകൊണ്ട് മാതാപിതാക്കളോട് ഇപ്പോൾ വലിയ ആൾക്കാരാണെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഒന്ന് താഴ്ന്നു കൊടുക്കടോ, താഴ്ന്നു കൊടുക്കടാ. അതല്ലേ അതിൻ്റെ ഒരു ശരി. അവർക്ക് പറയാനുള്ളത് പറഞ്ഞോട്ടെ, നമുക്കറിയാം നമ്മുടെ ഭാഗത്താണ് ന്യായം എന്ന്. എങ്കിലും ഒന്ന് താഴ്ന്നു കൊടുക്കടോ, ഒരുപാട് പുണ്യം കിട്ടും. ചില പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മളങ്ങ് രക്ഷപ്പെട്ടു പോയിന്നും ഇരിക്കും. അപ്പോൾ വീണ്ടും ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ബൈ.